ഇത് നമുക്ക് നല്ലൊരു പ്രൈസിന് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ചോദിക്കാൻ വിട്ടു, രജിസ്ട്രേഷൻ KL തന്നെയാണ്. രജിസ്ട്രേഷൻ അല്ല, പെർഫോമൻസ് ബേസിലേക്കായാലും ഇതിന്റെ ഒരു കളറിലേക്കായാലും ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന്റെ അംബാസിഡർ കാര്യത്തിലേക്ക് കിടക്കാം. എങ്ങനെയാ പ്രൈസിങ്? സ്ക്രാച്ച് പോലും നമുക്ക് ഇതിൽ കാണാൻ പറ്റൂല. കാണാനില്ല. ഒരു വീടിന് മുറ്റത്ത് കിടക്കുക എന്ന് പറഞ്ഞാൽ തന്നെ പ്രൗഡിയാണ്. ഓക്കെ, എങ്ങനെ ഓണർഷിപ്പ് കിടക്കുന്നത്? ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിലാണ്. ഇമ്പോർട്ടഡ് ആണ് വെഹിക്കിൾ. ഇത് ഇമ്പോർട്ടഡ് ആണ്. CBU യൂണിറ്റ് ആണ് വണ്ടി വരുന്നത്. കാരണം 2020 മാത്രമേ ഇന്ത്യയിൽ ഇത് ലോഞ്ച് ആയിട്ടുള്ളൂ. ഇത് 2019 ആണ്. യെസ്, 19 ആണ്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസും ഇതിന്റെ രജിസ്ട്രേഷനും രണ്ടും ഒന്നാണ്. കിലോമീറ്ററിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ആ ഒരു മോഡലിൽ ശരിക്കും നമ്മൾ വിചാരിക്കും ഇത്ര കിലോമീറ്റർ ഓടിയിട്ട് ഉള്ളൂ എന്ന് വിചാരിക്കും. ഹലോ, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് റോഡ്വേയിലാണ്. റോഡ്വേയിൽ രണ്ടാമത്തെ എപ്പിസോഡാണിത്. കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ ഒരുവിധം കളക്ഷൻസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റിയാണ്. ബാക്കിയുള്ള കളക്ഷൻസ് കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മെഴ്സിഡീസ് ബെൻസിലാണ്. രണ്ട് മെഴ്സിഡീസ് ബെൻസ് ആണ്. ഫസ്റ്റത്തെ C ക്ലാസ് ഉണ്ട്, പിന്നെ ഒരു E ക്ലാസ്. C ക്ലാസിന്റെ വിശേഷം ഫസ്റ്റ് നോക്കാം. ഇത് ഏതാ മോഡല്? ഇത് നമുക്ക് 2017 മോഡലാണ്. 17 മോഡൽ. ഓക്കെ, ഓണർഷിപ്പ് എങ്ങനെയാ? ഓണർഷിപ്പ് ഇപ്പോൾ കറന്റ് തേർഡ് ഓണറിലാണ് നിൽക്കുന്നത്. ഓക്കെ, എന്നാലും മെയിൻറ്റെയിൻ ചെയ്ത ഫുള്ളി നീറ്റ് ആൻഡ് ക്ലീൻ വെഹിക്കിൾ ആണ്. ഒരു സ്ക്രാച്ച് പോലും നമുക്ക് ഇതിൽ കാണാൻ പറ്റൂല. കാണാനില്ല. നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തൊരു വണ്ടി. അതുപോലെ ലോ കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 31,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. പോലെ 31,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പക്കയാണ്. ഓക്കെ, എങ്ങനെയാ അതിന്റെ ആസ്കിംഗ് പ്രൈസിലേക്ക്? ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 35 lakh ആണ്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 35 lakh. ഓക്കെ, C ക്ലാസ് 35 lakhന് ഒരു C ക്ലാസ് ഇവിടെ അവൈലബിൾ ആണ്. ഒരു ലോ കിലോമീറ്റർ പക്ക KL തന്നെയാണ് വരുന്നത്. ഒരു തരത്തില് സ്ക്രാച്ചും കാര്യങ്ങളൊന്നുമില്ല. നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത നല്ലൊരു വണ്ടിയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഒരു E ക്ലാസ് നമുക്ക് അവൈലബിൾ ആണ്. ഇത് ഏതാ മോഡല്? ഇത് നമുക്ക് 2014 മോഡലാണ്. 14 മോഡല്. ഓക്കെ, എങ്ങനെ ഓണർഷിപ്പ് കിടക്കുന്നത്? ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിലാണ്. എങ്ങനെ അതിന്റെ കിലോമീറ്റർ നോക്കുകയാണെങ്കിൽ? കിലോമീറ്ററിലേക്ക് വരുമ്പോൾ 51,000 കിലോമീറ്റർ മാത്രമേ വണ്ടി റൺ ചെയ്തിട്ടുള്ളൂ. സിംഗിൾ ഓണർ. നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തൊരു E ക്ലാസ് അല്ലേ? വൈറ്റ് E ക്ലാസ്. ബിസിനസ് പർപ്പസിന് പറ്റിയ ഒരു വെഹിക്കിൾ ആണ്. E ക്ലാസ്സിലേക്ക് വരുന്ന ടൈമില്. അതെ. അതിന്റെ എങ്ങനെ ആസ്കിംഗ് പ്രൈസ് വരും? ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 33.5 മാത്രമേ ഉള്ളൂ. 33.5 അല്ലേ? ഓക്കേ, ഫിനാൻസ് കാര്യങ്ങളൊക്കെ ഫുള്ളി അവൈലബിൾ ആണ്. മേ ബി ഇതൊരു സിംഗിൾ ഓണർ വെഹിക്കിൾ ആയതുകൊണ്ട് നമുക്ക് മാക്സിമം ഫിനാൻസ് ചെയ്യാൻ അവൈലബിൾ ആക്കാൻ പറ്റും. ഓക്കെ, അതൊരു അഡ്വാൻറ്റേജും കൂടിയാണ്. അപ്പോൾ നമുക്കൊരു C ക്ലാസ് കാണിച്ചു. ഇവിടെ ഒരു E ക്ലാസ് വന്നിട്ടുണ്ട്. രണ്ടും നല്ല വൈറ്റ് കളർ E ക്ലാസും C ക്ലാസ് ഒക്കെയാണ് സെഡാനിലുള്ള വെഹിക്കിൾസ്. പിന്നെ കൂടാതെ രണ്ടും സ്ലൈറ്റ്ലി നമുക്ക് നെഗോഷ്യബിൾ ആണ്. ഓക്കെ, രണ്ടിന്റെ കേസിലും കോൺടാക്ട് ചെയ്തോളാം. കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കാര്യങ്ങളൊക്കെ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് നോക്കിയാലോ? അടുത്ത വണ്ടിയിലേക്ക്. ഓക്കെ, അടുത്ത നമ്മള് വോൾവോയിലേക്ക് വന്നല്ലേ? അതെ, വോൾവോയിലേക്ക്. ഇതേതാ? XC90 ആണ്. യെസ്. ഓക്കെ, ഏതാ മോഡല്? 2019 ആണ് മോഡൽ വരുന്നത്. പക്ഷേ ഇമ്പോർട്ടഡ് ആണ് വെഹിക്കിൾ. ഇത് ഇമ്പോർട്ടഡ് ആണ്. ഓക്കെ, CBU യൂണിറ്റ് ആണ് വണ്ടി വരുന്നത്. കാരണം 2020 മാത്രമേ ഇന്ത്യയിൽ ഇത് ലോഞ്ച് ആയിട്ടുള്ളൂ. ഇത് 2019 ആണ്. യെസ്, 19 ആണ്. ഇതിന്റെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും 2020 ആണ് ആക്ച്വലി. പക്ഷേ മാനുഫാക്ചറിങ് 2019 ആണ്. ഓണർഷിപ്പ് ഇപ്പോ എങ്ങനെയാ? ഇതിന്റെ ഓണർഷിപ്പ് വരുന്നത് ഇപ്പോൾ സെക്കൻഡ് ഓണർ ആണ് നിലവിൽ വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പിലാണ്. കിലോമീറ്റർ 42,000 കിലോമീറ്റർ മാത്രമേ വണ്ടി റൺ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഈ ഒരു XC90യിലേക്ക് വരുമ്പോൾ ഒരുപാട് പ്രത്യേകതകളുള്ള വെഹിക്കിളാണ്. സീറ്റ് മസാജർ അടക്കം എല്ലാ ഫെസിലിറ്റിയും കാര്യങ്ങളും നമുക്ക് ഇതിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് സിസ്റ്റം അടക്കം. പിന്നെ വോൾവോന്റെ കേസിൽ പറയണ്ടല്ലോ, മോർ സേഫ്റ്റി എന്നാണ് കമ്പനി തന്നെ പറയുന്നത്. അതെ, സേഫ്റ്റിന്റെ കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വാഹനം കൂടിയാണ്. എങ്ങനെയാ ആസ്കിംഗ് പ്രൈസ്? ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് വെറും 75 lakh മാത്രം വരുന്നുള്ളൂ. 75 lakhs. യെസ്. പക്ഷെ നമുക്ക് ഇതിന്റെ രജിസ്ട്രേഷൻ വരുന്നത് വെസ്റ്റ് ബംഗാളാണ്. വെസ്റ്റ് ബംഗാളാണ്. യെസ്, വെസ്റ്റ് ബംഗാളാണ്. അപ്പോൾ നമ്മൾ ഇതിന് NOC എടുത്തിട്ട് കേരള രജിസ്റ്റർ വേണമെങ്കിൽ അങ്ങനെ ചെയ്തു കൊടുക്കും. എന്തായാലും നമുക്ക് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പക്കയാണ്. കാരണം ഒരു അതർ രജിസ്ട്രേഷൻ ആയതുകൊണ്ട് അങ്ങനത്തെ സംശയമോ കാര്യങ്ങളൊന്നും വേണ്ട. ഇവിടെയുള്ള ഓരോ വെഹിക്കിൾ എടുത്ത് നോക്കുകയാണെങ്കിലും ഫുള്ളി ജെനുവിൻ കിലോമീറ്റേഴ്സും
കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളും അവൈലബിൾ ആയിട്ടുള്ള വണ്ടിക്ക് എന്തായാലും അവൈലബിൾ ആയിട്ടുണ്ട് എന്ന് പറയും. ഓക്കെ ഓക്കെ. നല്ലൊരു വോൾവോ ഇവിടെ അവൈലബിൾ ആണ്, XC90 ആണ്. ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നൊരു സെഗ്മെന്റും കൂടിയാണ് വോൾവോ XC90. ഓക്കെ അതെ. ഓക്കെ, അടുത്ത നമ്മളിവിടെ ഒരു റേഞ്ച് റോവർ കാണുന്നുണ്ട്. റേഞ്ച് റോവർ ഇവോക്ക് അല്ലേ? യെസ്. ഓക്കെ, ഇവോക്കിലേക്ക് വന്ന് ഇതേതാ മോഡല്? ഇത് ആക്ച്വലി 2018 ആണ് മോഡൽ വരുന്നത്. 18 മോഡൽ. ഓക്കെ, നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണിച്ചും കഴിഞ്ഞ വീഡിയോയിലൊന്നും റേഞ്ച് റോവർ കാണിച്ചിട്ടില്ല. റേഞ്ച് റോവർ. അപ്പോൾ ഫസ്റ്റത്തെ റേഞ്ച് റോവർ ആണ് 18 മോഡൽ. ഓണർഷിപ്പ്? ഇതിന്റെ ഓണർഷിപ്പ് വരുന്നത് സെക്കൻഡ് ഓണർ ആണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ്. ഓക്കെ, കിലോമീറ്റർ എങ്ങനെയാ? ഇതിന്റെ കിലോമീറ്ററിന്റെ ബേസിലേക്ക് വരുമ്പോൾ 23,000 കിലോമീറ്റർ മാത്രമേ വണ്ടി റൺ ചെയ്തിട്ടുള്ളൂ. 18 മോഡൽ അല്ലേ പറഞ്ഞത്? അതെ, 18. 23 ഓടിയിട്ടുള്ളൂ. യെസ്. ഡ്യുവൽ ടോൺ അല്ലേ വരുന്നത്? റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ, നല്ലൊരു കളറും കൂടിയാണ്. അതെ. റേഞ്ച് റോവറിന്റെ അതുപോലെ തന്നെ സ്പോർട്ടിലും എല്ലാത്തിലും വരുന്ന റെഡ് ഒരു വരുമ്പോൾ അതെ അട്രാക്ഷൻ ആണ്. ഓക്കെ ഓക്കെ. പിന്നെ ഇന്റീരിയർ ആയാലും എക്സ്റ്റീരിയറും ഫുള്ളി ക്ലീൻഡ് ആണ്, മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വണ്ടിയും കൂടിയാണ്. ഷോറൂമിൽ ഓരോ വെഹിക്കിളും എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ അത്രയും ശ്രദ്ധിച്ചിട്ട് മാത്രമേ വണ്ടി ചെക്ക് പോയിന്റ്സ് നോക്കിയിട്ടാണ് എടുക്കുക. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും എടുത്ത് പറയാത്തത്. ഒരുപാട് ചെക്ക് പോയിന്റ്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെയാണ് വണ്ടികളും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് തന്നെ. ഓണർഷിപ്പ് പറഞ്ഞ് സെക്കൻഡ് ഓണർഷിപ്പിലായിരുന്നു. ഓക്കെ, പിന്നെ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല, റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും നിലവിലില്ല, കാര്യങ്ങളൊക്കെ ഉള്ളത് തന്നെയാണ്. എങ്ങനെയാ അപ്പോൾ ആസ്കിംഗ് പ്രൈസിലേക്ക്? ആസ്കിംഗ് പ്രൈസ് വരുന്നത് 55 lakh ആണ്. 55 lakhs. 55 lakhs. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും കുറച്ച് 55 lakhs കാണിച്ചിട്ടുണ്ടായിരുന്നു. ഫാൻസി ആണെന്ന് തോന്നുന്നില്ല, ഇവിടെ പ്രൈസിംഗ് ഒക്കെ ഏകദേശം ഒരു ഫാൻസി പ്രൈസ് പോലെയാണ്. ഇത് നമുക്ക് നല്ലൊരു പ്രൈസിന് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ ഓക്കെ. അതുപോലെ തന്നെ ചോദിക്കാൻ വിട്ടു, രജിസ്ട്രേഷൻ KL തന്നെയാണ്. രജിസ്ട്രേഷനിലുള്ള റേഞ്ച് റോവറിന്റെ ഒരു ഇവോക്ക് ഇവിടെ അവൈലബിൾ ആണ്. നേരെ കോൺടാക്ട് ചെയ്തോളാം റോഡ് വേ. അങ്ങനെ നമ്മൾ BMW വന്നിരിക്കുകയാണ്. ഇതേതാണ്? X5 ആ? ഇത് BMW-ന്റെ X5 ആണ്. M Sport ആണ് വരുന്നത്. അല്ല, പെർഫോമൻസ് ബേസിലേക്കായാലും ഇതിന്റെ ഒരു കളറിലേക്കായാലും ആക്ച്വലി നമുക്കൊരു ലോങ് ഡിസ്റ്റൻസ് നോക്കുമ്പോൾ ബ്ലാക്ക് കളറാണ് ഫീൽ ചെയ്യുക, പക്ഷേ ആക്ച്വലി ഇതൊരു ബ്ലൂ ആണ്. ബ്ലൂ കളറാണ് ലൈറ്റിന്റെ ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ നമുക്ക് എന്തായാലും ഇതൊരു, അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. അതെ അതെ അതെ, തീർച്ചയായിട്ടും ഒരു പുതിയ മോഡലിലേക്ക് വരുമ്പോൾ എന്തായാലും ഈ ഒരു പ്രൊജക്ടർ ഹെഡ്ലൈറ്റും കാര്യങ്ങളാണ് വരുന്നത്. ഇതിന്റെ ഓണർഷിപ്പ് എങ്ങനെയാണ്? ഇതിന്റെ ഓണർഷിപ്പ് വരുന്നത് ഇപ്പോൾ സിംഗിൾ ഓണർ ആണ്. സിംഗിൾ ഓണർ. യെസ്. X-Drive അല്ലേ? X-Drive വരുന്ന 40i അല്ലേ? യെസ്, 40i വരും. സിംഗിൾ ഓണർഷിപ്പിലാണ് ഉള്ളത്. സിംഗിൾ ഓണർഷിപ്പിലാണ് ഇപ്പോൾ കറന്റ് വെഹിക്കിൾ ഉള്ളത്. 72,000 കിലോമീറ്റർ മാത്രമേ വണ്ടി റൺ ചെയ്തിട്ടുള്ളൂ. 72,000. ഓക്കെ. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പക്ക ക്ലിയർ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ അവൈലബിൾ അല്ല. നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തൊരു X-Drive. അതെ. കാര്യത്തിലേക്ക് കിടക്കാം. എങ്ങനെയാ ഇപ്പോൾ പ്രൈസിങ്? ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് വെറും 85 lakh ഉള്ളൂ. 85 lakhs. ഓക്കെ, ഡീസന്റ് ആയിട്ട് നമുക്ക് ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇങ്ങനത്തെ ഒരു വണ്ടി കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. X5 ഈ ഒരു പ്രൈസ് റേഞ്ച് M Sportഉം ആണ്. യെസ് തീർച്ചയായും. അത്യാവശ്യം നല്ലൊരു പ്രൈസിംഗ് തന്നെയാണ്, കാരണം 85 lakhs എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു പ്രൈസിംഗ് തന്നെയാണ്. ഇത് തന്നെ നമുക്ക് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. ഓക്കെ, അതിൽ തന്നെ നമുക്ക് എത്ര പെർസെന്റേജ് ലോൺ? ലോൺ നമുക്ക് മാക്സിമം ഒരു 50. യെസ്. ഓക്കെ, അപ്പോൾ X5 ഇവിടെ അവൈലബിൾ ആണ്. നേരെ കോൺടാക്ട് ചെയ്തോളുക. നമുക്ക് അടുത്ത കാറിലേക്ക് നോക്കാം. അടുത്ത നമ്മളൊരു BMW X1 അല്ലേ? X1ന്റെ M Sport ബ്ലൂ കളർ. ഓക്കെ, പനോരമിക് സൺറൂഫ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതും നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടെടുക്കുന്നത്, കാരണം ഇന്റീരിയലും കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവാൻ പറ്റും. അതെ അതെ അതെ. ഏതാ മോഡൽ? ഇത് 2016 ആണ് മോഡൽ. 16 മോഡലാണ് വരുന്നത്. ഓണർഷിപ്പ് ഇപ്പോൾ എങ്ങനെയാണ്? ഓണർഷിപ്പ് കറന്റ്ലി ഇപ്പോൾ തേർഡ് ഓണറിലാണ് നിൽക്കുന്നത്. ഓക്കെ. കിലോമീറ്ററിന്റെ കേസോ? 91,000 കിലോമീറ്റർ മാത്രമേ വണ്ടി റൺ ചെയ്തിട്ടുള്ളൂ. 91,000. ഓക്കെ ഓക്കെ. ഇതിന് നമുക്ക് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല? റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഇതുവരെ നമുക്ക് അവൈലബിൾ ആയിട്ടില്ല. X1 M Sport പെർഫോമൻസ് വെഹിക്കിൾ തന്നെയാണ്. പെർഫോമൻസ് ബേസിലേക്ക് നോക്കുമ്പോൾ പെർഫെക്റ്റ് ആണ്. മൈലേജ് ബേസിലേക്ക് നോക്കുമ്പോഴും അത്യാവശ്യം കുഴപ്പമില്ലാത്ത മൈലേജും കാര്യങ്ങളും നമുക്ക് ഇതിൽ പ്രിഫർ ചെയ്യുന്നുണ്ട്. എങ്ങനെയാ ഇപ്പോൾ ആസ്കിംഗ് പ്രൈസ്? ഇതിന്റെ ആസ്കിംഗ് പ്രൈസും ഇതിന്റെ രജിസ്ട്രേഷനും രണ്ടും ഒന്നാണ്. 27 KL 27 ആണ് ഇതിന്റെ രജിസ്ട്രേഷൻ വരുന്നത്. ആസ്കിംഗ് പ്രൈസ് വരുന്നത് 27 ആണ്. ഓക്കെ, രണ്ടും മാച്ച് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം ഡീസന്റ് ആയിട്ടുള്ള പ്രൈസിംഗ് തന്നെയാണ്, കാരണം 27 lakhs ഒരു എക്സ്ട്രാ. നമുക്ക് ഇവിടെയുള്ള എല്ലാ വെഹിക്കിളും സ്ലൈറ്റ്ലി നമുക്ക് നെഗോഷ്യബിൾ ആണ്. കസ്റ്റമർക്ക് ഒരു അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണുള്ളൂ എല്ലാ വെഹിക്കിൾസും ഇവിടെ ഉള്ളത്. ഓക്കെ, വന്ന് സിറ്റിംഗിലേക്ക് ഇരിക്കുമ്പോൾ എന്തായാലും നല്ല രീതിക്ക് നെഗോഷിയേറ്റ്. ഓക്കെ 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 ഓക്കെ. അതുപോലെ തന്നെ വേറെ ഒരു BMW, അടുത്ത വീണ്ടും ഒരു X1 അല്ലേ? അതെ അതെ. ഇതിപ്പോ ഇത് X-Drive ആണ്. നമ്മൾ നേരത്തെ കണ്ടത് M Sport ആണ്. M Sport ആയിരുന്നു. ഓക്കെ, ഏതാ മോഡൽ? ഇത് 2019 ആണ് മോഡൽ. 19 മോഡലാണ് വരുന്നത്. ഓക്കെ. ഓണർഷിപ്പ് സിംഗിൾ ഓണർ ആണ്.
സിംഗിൾ ഓണർഷിപ്പിൽ കിലോമീറ്ററിന്റെ കേസ് ഇത് 25,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. ഓക്കെ 25,000 കിലോമീറ്റർ. ഇത് നല്ലൊരു വെർത്താണ് വണ്ടി. ഓക്കെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും നിലവിൽ ഇപ്പം ഇല്ല. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ പിന്നെ ഇത് DD രജിസ്ട്രേഷൻ ആണ് വരുന്നത്, ഡാമൻ ഡ്യൂ. അതെ, അപ്പോൾ അതിലുണ്ടാവുന്ന ഒരു പ്രൈസ് ഡിഫറൻസ് ഇതിനുണ്ട്. ഒരു ബെനിഫിറ്റ് എന്തായാലും അതെന്തായാലും എടുക്കുന്ന ആൾക്ക്. എങ്ങനെയാ ആസ്കിംഗ് പ്രൈസ്? ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് സെയിം പ്രൈസ് ആണ്. കാരണം ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് തന്നെ 27 lakh മാത്രമേ ഉള്ളൂ. ഇതിന്റെ ഇന്റീരിയറിലേക്ക് വരികയാണെങ്കിലും എക്സ്റ്റീരിയറിലേക്ക് വരികയാണെങ്കിലും ഒന്നും നമുക്ക് എടുത്തു പറയാനുള്ള കുറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. എക്സ്റ്റീരിയർ നോക്കുകയാണെങ്കിൽ പോലും അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ശരിയാണ്, നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തൊരു വണ്ടിയാണ്. നമുക്കൊരു 20 lakh വരെ ഇതിന് ലോൺ അവൈലബിൾ ആക്കാൻ പറ്റും. ബാക്കി 7 lakh മാത്രമേ കസ്റ്റമർ ചിലവഴിക്കേണ്ടുള്ളൂ. ബാക്കി നമുക്ക് ലോൺ അവൈലബിൾ ആക്കാൻ പറ്റും ഇതിന്റെ മുകളിൽ. ഓക്കെ, ലോൺ കിട്ടുമല്ലോ 20 lakhs വരെ ഒക്കെ. ഓക്കെ, അപ്പോൾ നമ്മൾ BMW-ന്റെ 2 X1 കാണിച്ചിട്ടുണ്ട്, എക്സ്ട്രാബ്, അതുപോലെ തന്നെ ഒരു M Sport കാണിച്ചിട്ടുണ്ട്. അത്യാവശ്യം ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ കുറവ് തന്നെയാണ്. ഒരു നേരെ കോൺടാക്ട് ചെയ്തോളാം BMW നോക്കുകയാണെങ്കിൽ. ഇത് നമ്മളിവിടെ ഒരു ലെക്സസ് കാണുന്നുണ്ട്. ലെക്സസിന്റെ NS 300. ഓക്കെ, ഏതാ മോഡൽ? ഇത് 2018 ആണ് മോഡൽ വരുന്നത്. 18 മോഡൽ ഹൈബ്രിഡ് ആണ് തോന്നുന്നത്. അതെ, ഹൈബ്രിഡ് ആണ് വെഹിക്കിൾ. അത്യാവശ്യം നമുക്ക് നല്ലൊരു മൈലേജ് എക്സ്പെക്ട് ചെയ്യാം, എല്ലാ കാര്യങ്ങളും. ഓക്കെ 18 മോഡൽ. ഏതാ ഓണർഷിപ്പ് എങ്ങനെയാ? ഇപ്പോൾ ഓണർഷിപ്പ് വരുന്നത് സെക്കൻഡ് ഓണർ ആണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഇപ്പോൾ കറന്റ് നിൽക്കുന്നത്. ഓക്കെ, കിലോമീറ്റർ വരുമ്പോൾ 99,000 കിലോമീറ്റർ വണ്ടി റൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ 1 lakhന്റെ സർവീസും കാര്യങ്ങളൊക്കെ വരുന്നത്? സർവീസും കാര്യങ്ങളും നമ്മൾ മേജർ സർവീസ് അല്ലേ വരിക? അല്ല, അതിന്റെ എങ്ങനെയായിരിക്കും ഇപ്പോൾ മെയിൻ്റെനൻസ് കോസ്റ്റ് നോക്കുമ്പോൾ എന്തായാലും കുറവേ വരുള്ളൂ. മെയിൻ്റെനൻസ് കോസ്റ്റിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഇനിയിപ്പോൾ ഒരു ഓതറൈസ് സർവീസ് സെൻറ്റർ ഇല്ലെങ്കിൽ പോലും നമ്മളത് പുറത്തുനിന്ന് ചെയ്തു കൊടുക്കും. ഓക്കെ 99,000 കിലോമീറ്റർ ഓടിയാണ്. പിന്നെ അത്യാവശ്യം വെൽ മെയിൻറ്റെയിൻ തന്നെയാണ്, വെൽ മെയിൻറ്റെയിൻ ചെയ്തൊരു വണ്ടിയും കൂടിയാണ്. എങ്ങനെ ഇപ്പോൾ അതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്? 46 lakh. 46 lakhs ആണ് വരുന്നത്. ഓക്കെ 46 lakhs. ഹൈബ്രിഡ് ആണ്, അതുപോലെ തന്നെ ഹൈബ്രിഡ് പെട്രോൾ ആണെങ്കിൽ യൂസ് ചെയ്യാം മെയിൻ ആയിട്ട്. ഹൈബ്രിഡ് പെട്രോൾ പിന്നെ മൈലേജ് ആണ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, മൈലേജ് ആണ്. ഓക്കെ, അപ്പോൾ നല്ലൊരു ലെക്സസ് ഇവിടെ അവൈലബിൾ ആണ്, ഹൈബ്രിഡ് ആയിട്ടുള്ള. ഓക്കെ, അങ്ങനെ നമ്മള് ഒരു വിന്റേജ് കളക്ഷനിലേക്ക് വന്നിരിക്കുകയാണ്. ഈ ഒരു കാറ്റഗറി പെട്ട അല്ലെങ്കിലും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കുറെ വിന്റേജ് കളക്ഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു റോഡ്വേയിൽ വന്നപ്പോൾ. ഇപ്പോൾ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന്റെ അംബാസിഡർ. ഇതിപ്പോ ഏതാ മോഡല്? ഇതിപ്പോ 1984 ആണ് മോഡൽ. 1984 ഓൾഡ് ആണ്. ഓക്കെ, എങ്ങനെ ഓണർഷിപ്പ്? ഇതിന്റെ ഓണർഷിപ്പ് ഇപ്പൊ 6th ഓണറിലാണ് കറന്റ് നിൽക്കുന്നത്. 6th ഓണറിലാണ്. ഞാൻ നമ്പർ നോക്കി, നല്ലൊരു ഫാൻസി നമ്പറും KL11786 രജിസ്ട്രേഷനിലാണ് വരുന്നത്. കാലിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ സ്വന്തം കോഴിക്കോടുള്ള ഒരു വണ്ടിയാണ്. ഓക്കെ, 6th ഓണർഷിപ്പിലാണ്. കിലോമീറ്ററിന്റെ കേസ് ഇതിപ്പോ കിലോമീറ്ററിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ആ ഒരു മോഡലിൽ ശരിക്കും നമ്മൾ വിചാരിക്കും ഇത്ര കിലോമീറ്റർ ഓടിയിട്ട് ഉള്ളൂ എന്ന് വിചാരിക്കും. 21,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. ശരിക്കും ജെനുവിൻ കിലോമീറ്റേഴ്സും കാര്യങ്ങളും തന്നെയാണ്. ഇതൊക്കെ ഒരു ഇതിന്റെ മുന്നേ നമ്മൾ ബയ്യർ അങ്ങനെ വണ്ടി ഓടിച്ചിട്ടില്ല. ആളൊരു അബ്രോഡായിരുന്നു, ജസ്റ്റ് ഒന്ന് എടുക്കാനുള്ള ഒരു ആഗ്രഹം എടുത്തു. 2 ദിവസം 3 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ചെടുത്തു. അതുപോലെ തന്നെ ഇന്റീരിയർ ആയാലും കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ, എല്ലാ വർക്കും കാര്യങ്ങളും ഫുള്ളി നമ്മൾ സീറ്റും ലെതേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങളെ ഭാഗത്ത് നമ്മളെ ഭാഗത്ത് കണ്ടീഷൻ തന്നെയാണ്. ഓക്കെ, പിന്നെ ഓണർഷിപ്പ് 6th ഓണർഷിപ്പിലാണ്, കിലോമീറ്റർ പറഞ്ഞു. ഓക്കെ, എങ്ങനെയാ അപ്പൊ അതിന്റെ ഒരു പ്രൈസിംഗ് വരികയാണെങ്കിൽ? പ്രൈസിംഗ് ലിസ്റ്റ് വളരെ കുറവാണ്, 6 lakh മാത്രമേ ഉള്ളൂ. 6 lakhന് ഒരു ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന്റെ അംബാസിഡർ. അതൊരു വീടിന് മുറ്റത്ത് കിടക്കുക എന്ന് പറഞ്ഞാൽ തന്നെ പ്രൗഡിയാണ്. അംബാസിഡർ ഒക്കെ, അതും 84 മോഡൽ. 84 മോഡലാണ്. കോഴിക്കോട് ഉണ്ടെങ്കിൽ നേരെ വന്നോളി, കാരണം KL11 രജിസ്ട്രേഷൻ ആണ്, ഫാൻസി നമ്പർ ആണ്. 786 നമ്പറും വരുന്നത്. ഇന്ത്യയിലുള്ള അത്യാവശ്യം വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വേറെ അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം നല്ല കണ്ടീഷൻ തന്നെയാണ്. ടയറൊക്കെ പുതിയ ടയേഴ്സ് ആണ്. പുതിയ ടയേഴ്സും കാര്യങ്ങളും സീറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ ഒരു കാറ്റഗറിയിൽ ഒരു വണ്ടിയും കാണിക്കാൻ പറ്റി. ഒന്നാ വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ, അപ്പോൾ നമ്മൾ ഒരുപാട് കളക്ഷൻ കണ്ടു. ഇനി കാണിക്കാതെ പറയാൻ കളക്ഷൻസ് നമ്മുടെ അടുത്ത് ഇപ്പോൾ ഗ്രാൻഡ് ചെറോക്കി ആയാലും അതുപോലെ സ്കോഡ സൂപ്പർബ് ആയാലും സൂപ്പർബ് കുറച്ച് കളക്ഷൻസ് നമ്മൾ കാണിക്കാത്ത യൂണീക്ക് ആയിട്ടുള്ള കളക്ഷൻസും ഉണ്ട്. ഇവിടെ ഒരു വണ്ടി കണ്ടിരുന്നു. ഇവിടെ നമുക്ക് ഇപ്പോൾ ഒരു FJ ക്രൂയിസർ
അവൈലബിൾ ആയിട്ട്. ഓക്കെ, അതൊക്കെ എടുത്ത് പറയുന്നത് വെച്ചാൽ നമ്മളെ ഈ ഒരു കാറ്റഗറിയിൽ പെടാത്തതായിട്ടാണ്. അപ്പൊ ഈ ഒരു വണ്ടികളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ നമ്പർ കൊടുക്കുന്നതിൽ നമുക്ക് ഇതിന്റെ ചെക്ക് ലിസ്റ്റ് കാര്യങ്ങളോ ചെക്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. എനി ടൈം എപ്പം വിളിച്ചാലും ഒരു വെഹിക്കിൾ എൻക്വയറി നടത്താൻ പറ്റും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് മന്ത് നമുക്ക് കുറച്ചുകൂടി കളക്ഷൻസ് ഇമ്പോർട്ടഡ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇവിടെ ഒരു ബൈക്കും കാണുന്നുണ്ട്. ബൈക്കിന്റെ കളക്ഷൻസ് കുറച്ച് നെക്സ്റ്റ് മന്ത് ആകുമ്പോഴത്തേന് സ്റ്റോക്ക് വരാനുണ്ട്, സ്റ്റോക്കും കാര്യങ്ങളും വരാനുണ്ട്. ഹാർലി ഡേവിസണിലായാലും ട്രംഫിലായാലും ഡുക്കാട്ടി തുടങ്ങിയ എല്ലാ മോഡലുകളിലും നമുക്കിപ്പോൾ സ്റ്റോക്കുകൾ ഇനി വരാൻ കിടക്കുന്നുള്ളൂ. യെസ്, അപ്പോൾ നേരെ കോൺടാക്ട് ചെയ്ത് വെറുപ്പിച്ചോളുക. ഫജറുദ്ദീൻ്റെ നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കാര്യങ്ങളൊക്കെ കൊടുക്കാം. അപ്പോൾ കാറുകൾ കാര്യം നമ്മളിപ്പോൾ കാണിച്ച കളക്ഷൻ അല്ലാണ്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ നേരെ കോൺടാക്ട് ചെയ്തോളാം. എന്നാൽ വൈൻഡപ്പ് ചെയ്യാല്ലേ? ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. മറ്റൊരു ടോപ്പിക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. സൈനിങ് ഓഫ്.